അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശ്യങ്ങളും തീപാറും വേഗത്തിൽ പൂവണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. നമുക്കെല്ലാവർക്കും ഓരോരോ ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം സഫലമായതിന് ശേഷവും വീണ്ടും ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെല്ലാം സഫലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ധാരാളം മാർഗങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു മാർഗം കൂടിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആലയുടെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമായ യാ സമദ് യാ അല്ലാഹ്, യാ സമദ് യാ അല്ലാഹ്, യാ സമദ് യാ അല്ലാഹ് എന്ന നാമം വരുന്ന ഇഖ്ലാസ് സൂറത്തിലെ അല്ലാഹു സമദ് എന്ന ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉദ്ദേശവും ആഗ്രഹവും എന്താണോ പ്രശ്നം പരിഹരിക്കാനുള്ളത് അതൊക്കെ മനസ്സിൽ നിയ്യത്താക്കി ഒഴിഞ്ഞിരുന്ന് വൃത്തിയോടെയും ശുദ്ധിയോടെയും ഒഴിഞ്ഞിരുന്ന് 11 തവണ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം 1000 തവണ അല്ലാഹു സമദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദ് എന്ന് 1000 തവണ ചൊല്ലുക. എന്നിട്ട് വീണ്ടും 11 തവണ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഈ സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ഹദിയ ചെയ്യാം. അതിനുശേഷം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇഖ്ലാസോടെയും ഭയഭക്തിയോടെയും വിശ്വാസത്തോടു കൂടി ചെയ്യുക. അർത്ഥമറിഞ്ഞ് ചൊല്ലുക. അതായത് അല്ലാഹു സമദ് എന്ന ആ ഒരു നാമത്തിൻ്റെ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ട് 1000 തവണ ആ ഒരു അർത്ഥം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഭയഭക്തിയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ചൊല്ലുക. യാ സമദ് യാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ്. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്വലാത്തായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് റാഹത്തും ഇസ്സത്തും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളെല്ലാം തീടുവാനുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജോലിയിലും ബിസിനസ്സിലും ബർക്കത്ത് നൽകി സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം നീങ്ങി നല്ല സമാധാനത്തോടെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.